ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, ഫൈനലി നമ്മുടെ എമ്പുരാൻ മൂവി ഇറങ്ങി ഗൈസ്, റിലീസായി. ഗുജറാത്തിലും റിലീസായി ഗൈസ്. ഞങ്ങൾ കുറെ ദിവസമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. നമ്മളെല്ലാവരും ലാൽ സർ ഫാൻസ് ഒക്കെ എല്ലാരും വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ. ഞങ്ങളൊരു ലാൽ സർ ഫാനാണ്. ഞങ്ങള് വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. അപ്പൊ ഫസ്റ്റ് ഷോ പോണം വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് തിരക്കുകളൊക്കെ കാരണം പോകാൻ പറ്റിയില്ല. നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അച്ഛന് ഡ്യൂട്ടി വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഓഫീസ് തിരക്ക് കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ വിടില്ല ഗൈസ്. നമ്മൾ 3rd ഡേ അങ്ങനെ ബുക്ക് ചെയ്തു. 2nd ഡേ പോകാൻ പറ്റാത്തതുകൊണ്ട് 3rd ഡേ നമ്മൾ ബുക്ക് ചെയ്തു. ഇപ്പോ രാത്രിക്കുള്ള ഷോ ആണ് 9 o'clock ഷോക്കാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ ബുക്ക് ചെയ്ത്. അപ്പൊ കുറെ നല്ല നല്ല റിവ്യൂ ഒക്കെ കേട്ടു. എമ്പുരാൻ മൂവി കുഴപ്പമില്ല, നല്ലതാണെന്നൊക്കെ കേട്ടു. പക്ഷെ നമ്മള് റിവ്യൂ അല്ല ഗൈസ്, ഞങ്ങള് സിനിമ കണ്ടു. ഞങ്ങളുടെ ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം പറയാം. ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞങ്ങള് പറയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് റിവ്യൂ നമ്മള് ഫുൾ മൂവി ലെന്ത് റിവ്യൂ ഒന്നും അല്ല. ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ അറിയൂല, ഞങ്ങൾ റിവ്യൂ ചാനലും അല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഞങ്ങൾ പറയുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നമുക്ക് മൂവി കാണാം ഗൈസ്, എങ്ങനെയുണ്ട്. എന്തായാലും നല്ലതായിരിക്കും. ലൂസിഫർ ഫസ്റ്റ് പാർട്ട് ലൂസിഫർ നല്ലതായിരുന്നു. അപ്പൊ സെക്കൻഡ് പാർട്ട് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പൊ നല്ലതായിരിക്കും. എന്തായാലും ഷോ തുടങ്ങാനായി, ഇപ്പൊ ടൈം അടുക്കാനായി. അപ്പൊ നമുക്ക് എന്തായാലും മൂവി കാണാൻ പോവാം ഗൈസ്. അപ്പൊ നേരെ ഞാൻ അവിടെ ഗൈസ് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ ഗൈസ്. ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ക്രിസ്റ്റൽ മോളിൽ തന്നെ ഇനോക്സ് തിയേറ്റർ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ എല്ലാ മൂവീസും കാണാറ്. ഇവിടെ മലയാളം മൂവീസ് ആയിക്കോട്ടെ, ഹിന്ദി മൂവീസ്, എല്ലാ ലാംഗ്വേജും ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടോ ഗൈസ്. ഞങ്ങൾ ഭയങ്കര കുറേ ദിവസമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഈ മൂവി റിലീസാകാൻ. അപ്പോൾ ടിക്കറ്റൊക്കെ പ്രീ ബുക്ക് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ടൈം കുറച്ച് ലേറ്റ്, മീൻസ് കറക്റ്റ് ടൈമിന് അവിടെ എത്തി. അതുകൊണ്ട് പെട്ടെന്ന് കയറി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി പിന്നെ കുറച്ച് പോസ്റ്ററിൻ്റെ മുമ്പിൽ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് പോസ്റ്റർ കേട്ടോ ഗൈസ്. കൂടുതൽ നമുക്ക് ടൈം കിട്ടിയില്ല, ഇതൊന്നും നേരെ എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോഴേക്കും സമയമായപ്പോൾ ഞങ്ങൾ നേരെ അകത്തേക്ക് പോയി. കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ എത്തിയിട്ടോ ഗൈസ്. അതുകൊണ്ട് ആഡ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഇത്ര അടുത്തിരുന്നിട്ടും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയില്ല, കറക്റ്റ് ടൈം എത്തി. അങ്ങനെ മൂവി സ്റ്റാർട്ടായി. മോഹൻലാൽ സാറിൻ്റെ നെയിമും പിന്നെ മൂവിൻ്റെ ടൈറ്റിൽ കാണിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ തുടങ്ങിയിട്ടോ ഗൈസ് കൈയടിക്കാൻ. നല്ല അടിപൊളിയായിരുന്നു ആംബിയൻസ്. എല്ലാവരും മോഹൻലാൽ ഫാൻസാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഗൈസ്. സോ ഗൈസ്, അങ്ങനെ മൂവി കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ള് കണ്ടു. ഇപ്പൊ വീട് എത്തിയതേ ഉള്ളൂ ഗൈസ്. പറയാന്ന് വിചാരിച്ചു. അപ്പോ ഞങ്ങക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അടിപൊളി മൂവിയാണ്. ഫസ്റ്റ് പോലെ തന്നെ സെക്കൻഡ് സൂപ്പർ. ലൂസിഫർ പോലെ തന്നെ എമ്പുരാനും അടിപൊളി മൂവിയാണ്. പിന്നെ പൃഥ്വിരാജ് സാറിന്റെ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു, ആക്ടിങ് അടിപൊളിയായിരുന്നു. പിന്നെ ലാൽ സാർ പിന്നെ പറയണ്ട, അടിപൊളി ആക്ടിങ്. മൂവിന്റെ എഡിറ്റിംഗ് സൂപ്പർ ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു, ആക്ടിങ് ആയിക്കോട്ടെ എല്ലാം ഓൾ ഓവർ ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് ഓൾ ഓവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ കാണാത്തവർ വേഗം പോയി കാണാം ഗൈസ്. അപ്പൊ ഇനി L3ക്ക് വെയിറ്റിംഗ് ആണ് ഗൈസ്. L3 വരെയാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ മൂവിയിൽ തന്നെ അവർ തരുന്നുണ്ട്. ലാസ്റ്റ് പാർട്ട് 1 പാർട്ട് 2 സൂപ്പർ ആയതുകൊണ്ട് L3യും സൂപ്പർ ആയിരിക്കും എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പിന്നെ L3 വരുമ്പോ എന്തായാലും കാണാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി, കിടന്നുറങ്ങണം ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.